അഞ്ചു, എന്താ നിന്റെ വീട്ടുകാർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. കോഴിനാട് പോലീസ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നെയും കൂടി അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട്. പിന്നെ നിന്റെ അച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ വെച്ച് നിന്റെ അച്ഛനമ്മ കരഞ്ഞ് കാല് പിടിച്ച് നാടകം അഭിനയിക്കും. അതിൽ മനസ്സിൽ നിന്ന് അവരോട് പോയാ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടായില്ല കേട്ടോ. നീലാണ്ട് ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും സൂയിസൈഡ് ചെയ്യും. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അത് വലിയ സംഭവമായിരുന്നു. ആ ഓള അച്ഛൻ നാട്ടിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ വിളിപ്പിച്ചു. ആടെ എത്തിയിട്ട് ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അച്ഛനെ അമ്മയല്ല വലുത് ഞാനാണെന്ന്. നാണം കിട്ടു പോയില്ലിയാ. പിന്നെ അല്ലാണ്ട് ഇല്ല. എന്നിട്ട് ഒരു കംപ്ലൈന്റ് ആക്കില്ല. ആർന്ന് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവളുടെ മനസ്സറിയണ്ടേ, അമ്മാര് ഡോസല്ല ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നല്ല, ഇപ്പൊ നമ്മള് കറക്കത്തിലളിയാ ഛത്തീസ്ഗഡാണുള്ളത്. ഓളെ കൊറേ സ്വർണ്ണമില്ലേ, അതങ്ങനെ വിറ്റു. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് അളിയാ, ഏതെങ്കിലും പെണ്ണിനെ പെട്ടെന്ന് സെറ്റാക്ക്. ഓൾക്ക് എത്ര വയസ്സായി? 17. 18 ചാടിച്ചോ. സുഖ ജീവിതം. ശരി, ഞാൻ വിളിക്കാം. ശരി. ആരായിട്ട് വിളിച്ചത്? അതെന്റെ ഫ്രണ്ട് രാകേഷടാ. നീ കണ്ടിട്ടില്ല? അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. 17 വയസ്സായുള്ളൂ. 18 വയസ്സായത് ഓളെങ്കിൽ ചാടിച്ചോന്ന് അഡ്വൈസ് കൊടുത്തതാ. അതെന്തായാലും നന്നായിട്ടാ. വീട്ടിലാണെങ്കിൽ ഇതുപോലത്തെ ലൈഫ് കിട്ടോ? ഏത് നേരം അമ്മമാരാണെങ്കിലും ചീത്ത പറഞ്ഞു കൊടുക്കും, പഠിക്കുക വേണ്ടിട്ട്. ഇപ്പഴാണെങ്കിലോ കോളേജിലും പോണ്ട, ജോലിക്കും പോണ്ട, ഏത് നേരം ഇങ്ങനെ കറങ്ങി നടക്ക. ഇതാ ശരിക്കുള്ള ലൈഫ്. അല്ല പിന്നെ കുറെ മണ്ടന്മാര് പറയാറുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച ജീവിതം പോയി, പഠിപ്പാണ് വലുത്, ജോലിയാണ് വലുത്. ശരിക്കും പറഞ്ഞാലേ അവർക്കൊന്നും ജീവിതം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാ ഈ 18 വയസ്സിനും 19 വയസ്സിനും കല്യാണം കഴിക്കുന്നവർക്ക് നമ്മളൊരു മാതൃകയാണ് അഞ്ചു. അത് ശരിയായിട്ടാ. ഞാൻ ഏട്ടനും കൂടെ ഇറങ്ങി വന്ന സമയത്തെ എന്റെ ക്ലാസ്സിൽ കുറെ എണ്ണം വിളിച്ച് എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, നീ ചെയ്ത് തെറ്റാണ്, അതാണ്, മണ്ടത്തരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവന്റെയൊക്കെ മുന്നിലേ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഞാൻ നമ്മൾ പോകുന്ന ട്രിപ്പുകളൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കുറെ എണ്ണം എന്നെ പോലെ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടാ. അതെന്തായാലും നന്നായി അഞ്ചു. ചാടുന്നവരൊക്കെ പരമാവധി ചാടിപ്പോട്ടെ. അല്ലാതെ 28 വയസ്സ് വരെ പഠിച്ച് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്ന പറഞ്ഞത് അവര് നല്ല ജീവിതം ഇല്ലാണ്ടാണ്. അതാ മണ്ടന്മാർക്ക് മനസ്സിലാകണ്ടേ. അത് ശരിയാ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് സ്വയം തോന്നേണ്ടതല്ലേ. അല്ല ഏട്ടാ, നമ്മുടെ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ? അടുത്ത ട്രിപ്പ് നേരെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, മൈസൂർ, അതുവഴി നേരെ കോഴിക്കോട് പിടിക്കാം. എന്നിട്ട് നാട്ടിലെ 2 ആഴ്ച കറങ്ങിയിട്ട് നമുക്ക് വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഓ, കേൾക്കുമ്പോ തന്നെ കൊതിയാവാ. ശരിക്കും പറഞ്ഞാൽ ഏട്ടനെ പ്രേമിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. സത്യം പറഞ്ഞ 18 വയസ്സ് തന്നെ ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. അത്ര വൈകിട്ടൊന്നുമില്ലല്ലോ, 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ലീവ് എടുക്ക്, ഞാൻ പോയിട്ട് 2 ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഏട്ടാ, എന്റെ ബാഗിലുള്ള സ്വർണ്ണൊന്നും കാണുന്നില്ലല്ലോ, എന്താക്കിയതാ? എന്താക്കിയെന്നോ? നീ എന്താ അങ്ങനെ വെച്ചത്? അതിൽ ഓരോന്ന് വിറ്റിട്ട് എത്രയും കാലം ട്രിപ്പ് അടിച്ചത്, അതൊക്കെ മറന്നോ? എന്തായിട്ടാ ഈ പറയുന്നത്? അതിൽ ഏകദേശം 8 പവനോളം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റുന്നാ? പിന്നെ വിൽക്കായിട്ട് ഞാൻ എന്താക്കും പറഞ്ഞാ? ഈ 6 മാസത്തിനിടയ്ക്ക് എത്ര സ്ഥലത്താണ് നീ ട്രിപ്പ് പോയത്? പിന്നെ ഒരു ദിവസം പോലും നീ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. 3 നേരം ഓർഡർ ചെയ്തല്ലേ കഴിക്കുന്നത്. പിന്നെ ഇത്രയും മാസത്തെ വാടക, എന്റെ ബൈക്കിന്റെ അടവ്, ബാക്കി എവിടെ നിന്നുണ്ടാകാനാ?
ഇനി ആ കൂടി കയ്യിൽ 3000 രൂപ ഉണ്ട്, അടുത്ത മാസം വാടക കൊടുക്കാറേ. അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടിരിക്കുക? അവിടെ സ്വർണത്തിന്റെ കണക്ക്. അപ്പൊ നിങ്ങളുടെ 1 രൂപ പോലും കയ്യിലില്ല? എന്റെ എവിടെ നിന്നാണ് പൈസ? അത് ഞാൻ വല്ല പണിക്ക് പോകുന്നുണ്ടാ? ഇനി ആ പാടെ 3000 രൂപ കയ്യിലുള്ളൂ എന്നല്ലേ പറഞ്ഞ്? അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മട്ടാ? എനിക്കെന്തായാലും ട്രിപ്പ് പോകാണ്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, വല്ല ജോലിക്ക് പോവാൻ നോക്ക്, അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട. പിന്നെ ഇത്രയും കാലമായിട്ട് എന്റെ വീട്ടുകാർ ജോലിക്ക് അയച്ചിട്ടില്ല, പിന്നല്ലേ ഇപ്പൊ. അതിലും 10ാം ക്ലാസ് തോട്ടെ എനിക്ക് എന്ത് ജോലി കിട്ടും മട്ടാ? ഓ, നിങ്ങൾ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലേ? നിങ്ങളുടെ മുടിയും കോലും ബൈക്കൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ വല്ല ഷോപ്പിലും പണി കിട്ടുമോ നോക്ക്, അല്ലെങ്കിൽ വല്ല കെട്ടിന്റെ വാർപ്പിന്റെ പണിക്ക് പോ. അതാണെങ്കിൽ ഡെയിലി 1000 രൂപ വെച്ച് കിട്ടും. ഷോപ്പിലൊക്കെ രാവിലെ മുതൽ രാത്രി വരെ നിന്നാലേ ഇവർ 500 ഉലുവയാ കിട്ടുക. പിന്നെ കെട്ടിന്റെ വാർപ്പിന്റെ പണി നീ വിചാരിക്കുന്ന പോലെ സിമ്പിള് പണിയല്ല, ഭയങ്കര കഷ്ടപ്പാടാ. വെയിലൊക്കെ കൊള്ളണം. വീട്ടിലടക്കം അച്ഛനമ്മയും പണിക്ക് പോയിട്ട് എന്നെ നോക്കുന്നത്. എന്നിട്ട് നിനക്ക് ട്രിപ്പ് പോയാൽ ഞാൻ പണിക്ക് പോകണല്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കുക? അല്ല, ഒരു പണിയും ചെയ്യേണ്ട എന്നെ എങ്ങനെ നോക്കുമട്ടാ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പറ്റിപ്പോയി. നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സോറി പറ. ആ കൂടി ഒറ്റ മോളല്ലേ, അവരെന്തായാലും ശ്രമിക്കും. പിന്നെ കുറെ പൈസ ഉള്ളതല്ലേ, കുറച്ച് പൈസ വയ്ക്കി, അവരെന്തായാലും തരും. നിങ്ങക്ക് നാണില്ല ഇങ്ങനെയൊക്കെ പറയേ? എന്നെ ഒരു കുറവും വരുത്തണ്ട. എന്റെ അച്ഛനമ്മ ഇത്രത്തോളം വളർത്തിയത്, എന്നിട്ട് അവരിനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. സ്റ്റേഷനിൽ വെച്ച് പോലെ ഞാൻ അവരെ ഒരുപാട് കരയിപ്പിച്ചു. എന്നിട്ടിപ്പോ പൈസക്ക് വേണ്ടി അവന്റെ മുന്നിൽ കൈ നീട്ടാൻ പോണെന്നില്ലേ? നിങ്ങക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? അങ്ങനെ പറഞ്ഞിരുന്നാലേ 2 പട്ടിണി കിടക്കേണ്ടി വരും. കമ്പനിക്കാരാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാടക കൊടുത്തില്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വരും, പിന്നെ റോട്ടിൽ കിടന്ന് പിച്ചു തരേണ്ടി വരും. എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിച്ചോ. ചെറിയമ്മ എന്തൊക്കെ പറഞ്ഞാലും അഞ്ചു നമ്മളെ കുട്ടിയാണല്ലേ, അവളിങ്ങനെ കഷ്ടപ്പെടുന്നതാണ് സഹിക്കുന്നില്ല. അവനാണെങ്കിൽ ഒരു പണിയിലാണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കുക. അവളിപ്പോ ഒരു പെട്രോൾ പമ്പിൽ പണിയെടുത്തിട്ടാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്ക് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നൂടെ? അവളെ കുറിച്ച് എല്ലാം അറിയുന്നുണ്ട് മോനെ ഞാൻ. സ്വന്തം മക്കളെ എങ്ങനെ കഷ്ടപ്പെടുമ്പോ ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്നോട് ചെയ്ത് പോട്ടെ, അവളുടെ അച്ഛനോട് അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് മോനും കൂടി കേട്ടതല്ലേ. അന്ന് കുഴഞ്ഞു വീണതല്ലേ മപ്പര്. ഇപ്പൊ 2 ദിവസമായിട്ടുള്ള പിടിച്ച് എണിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അനുഭവിക്കട്ടെ മോനെ, അവളെ അനുഭവിക്കട്ടെ. മാതാപിതാക്കളോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന എല്ലാ പെൺകുട്ടികൾക്കും എന്റെ മോളൊരു പാഠം ആവട്ടെ. മോനിരിക്കും, ഞാൻ ചായ എടുക്കാം. എത്ര നേരം ഇതിനെ കാത്തിരിക്കുന്നത്? 5 മണിക്ക് പണി കഴിഞ്ഞു വരണല്ലേ? ഒരു 500 രൂപ. നിനക്ക് നാണില്ലടാ എന്റെ അടുത്ത് പൈസ ചോദിക്കാൻ? എന്റെ ജീവിതം തൊളിച്ച് എന്നെ പണിക്ക് വിട്ടാൻ പോരാ. കുറെ കാലല്ലേ നീ എന്റെ ചെലവിൽ കഴിയാൻ തുടങ്ങിയിട്ട്. നിനക്ക് പൈസ വേണമെങ്കിൽ പോയി പണിയെടുത്തുണ്ടാക്കടാ. നിർത്തുകയാണത്. ഞാൻ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയോ? ഇത് നീയാണ് എന്റെ ജീവിതം കളഞ്ഞത്. എന്റെ കൂടെ നടന്നവർക്ക് നല്ല ജോലിക്ക് കുറേ ഗൾഫിൽ പോയി, ഞാൻ മാത്രം ഒരു ഗതി പിടിക്കാൻ പാലിച്ച് നടക്കുക. 24 വയസ്സിൽ കല്യാണം കഴിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടുകാരെ കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയില്ലേ? പണിക്ക് പോകേണ്ട സമയത്ത് കോളേജിന് മുന്നിൽ ബൈക്കും അടവിനെടുത്ത് വായി നോക്കിയിരുന്ന എങ്ങനെയൊക്കെ ഉണ്ടാവൂടാ. അല്ലെങ്കിൽ ഏത് നേരത്താണ് ദൈവമേ ഇങ്ങനെ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത്? എന്നെ വേണം പറയേ. ഞാൻ പണിയും തോന്നിയാണ് കോളേജിൽ മുന്നിൽ വായി നോക്കി. നീ എന്തിനാണ് എന്നെ പ്രേമിച്ചത്? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് അത്ര ഇല്ലുള്ളൂ. എന്നെ പോലെ കുറെ പെണ്ണുങ്ങളുണ്ടടാ പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യാണ്ട് നിന്നെ പോലെ ഓർത്തവനെ പ്രേമിച്ച് നടന്ന് ഉള്ള ജീവിതം തൊളിച്ചിട്ട് എന്റെ ഗതി ഞാൻ നേരത്തെ വരുത്തി വെച്ചതന്നെ. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇനി ഇവിടെ കിടന്ന് മോഹിട്ട് ആയില്ല. നീ പൈസ തരാൻ സൗകര്യമില്ലടാ, നീ എന്ത് ചെയ്യും? അതെ
ഞാൻ വാടകയ്ക്ക് എടുത്ത് വിടാം. ഇന്നത്തോടെ നമ്മൾ തമ്മിൽ എല്ലാം കാണും. ഇന്ന് ഇറങ്ങിക്കോ നീ. എവിടെ പോയി ചാടി? ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കണ്ടോ? അഞ്ജുവിന് ഇപ്പൊ എത്ര വയസ്സായി? 20. 20 വയസ്സ്. 20 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സമയമല്ലേ? കുറെ കുട്ടികൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വല്ല ജോബ് കോഴ്സിന് വല്ല സെർച്ച് ചെയ്യും. ചിലർ PG കോളേജും അച്ഛനമ്മമാരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കഴിയേണ്ട ഒരു സമയം. ആ സമയത്ത് നീ ഇതാ കല്യാണവും കഴിച്ച് ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ച് ഇതിപ്പോ ബന്ധവും വേർപെടുത്തി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ വരുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ എത്ര കേസുകളാണെന്നറിയോ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയായി കുട്ടികള്. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട. ഏതെങ്കിലും ഒരു ചെക്കനെ കണ്ടുപിടിക്കുക, അവന്റെ പൊളിച്ചോടി പോവുക, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കാം. അതിനുശേഷമുള്ള ജീവിതത്തെ കുറിച്ചിട്ട് അവർ ഒട്ടും തന്നെ ചിന്തിക്കുന്നില്ല. ഈ റീൽസും സോഷ്യൽ മീഡിയ ഒക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് ഇവറ്റകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം 1-2 വർഷം കഴിയുമ്പോൾ ഈ ചെക്കന്മാർക്കും എടുക്കും, അവരെ വഴിക്ക് പോകും. ഈ പെമ്പിള്ളാരോ ഒരു വഴി ഇല്ലാണ്ട് പെരുവഴിയിലായിട്ട് ആത്മഹത്യ എന്ന് പറഞ്ഞങ്ങോട്ട് നടക്കും. പിന്നെ ഇവറ്റകളെയൊക്കെ പൊക്കിക്കൊണ്ട് വരാനും ഇന്റർവ്യൂവിന് ചെയ്യാനും അങ്ങ് വലിയ സംഭവമായിട്ട് കാണിക്കാനും ഓരോ ചാനലുകളും ഒരുമ്പിട്ട് ഇറങ്ങും. പിന്നെ വേറെന്താ വേണ്ടേ? മോളെ, ഈ പ്രേമവും കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന തന്നെയാണ്. എന്ന് വെച്ചിട്ട് സ്വന്തം ജനിപ്പിച്ചു വളർത്തിയ അച്ഛനെയും അമ്മനെയും കുടുംബത്തിനെയും വിദ്യാഭ്യാസവും എല്ലാം ഉപേക്ഷിച്ചിട്ട് വഴി കാണുന്ന ഒരുത്തന്റെ ഒപ്പം ഇറങ്ങി പോവല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ പക്വത ഇല്ലാതെ എടുത്തു ചാടി എല്ലാ പെൺകുട്ടികൾക്കും അവസാനം ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് ഈ മക്കളെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മാതാപിതാക്കളുടെ കയ്യിലും ഒരുപാട് തെറ്റുണ്ട്. പക്വത എത്തുന്നതിന് മുമ്പേ വലിയ വലിയ മൊബൈലും വാങ്ങിക്കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് വിടും. ഈ പിള്ളേർ ഫുൾ ടൈം റൂമിൽ അടച്ചിരുന്നിട്ട് മൊബൈലിൽ ആരെയാണ് വിളിക്കുന്നത്, എന്താണ് ചെയ്യണമെന്ന് ഒരു തവണയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ പ്രായത്തിലെ കുട്ടികളുടെ മൊബൈൽ ഫോൺ മാതാപിതാക്കൾ ചെക്ക് ചെയ്യുന്ന വേണം. അതിപ്പോ ആരെന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ മക്കളുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇനിയും വൈകിട്ടൊന്നുമില്ല. എന്തായാലും ഒരു തിരിച്ചറിവുണ്ടായാലും എത്ര പെട്ടെന്ന് തന്നെ. ആദ്യം നിർത്തിവെച്ച കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. പിന്നെ കല്യാണം അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതാദ്യം മനസ്സിലാക്കും. പഠിച്ച് ഒരു ജോലി വാങ്ങും. അതാകട്ടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി അങ്ങോട്ടേക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിലും TV-യിലും നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. അതായത് മാതാപിതാക്കൾ പൊന്നുപോലെ വളർത്തിയ പെൺകുട്ടി അവരെ ഉപേക്ഷിച്ച് കാമുവിനൊപ്പം പോയ വിഷമത്തില് ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു ആ വാർത്ത. സത്യം പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിലേക്കും കോളേജിലേക്കും പോകാമെന്ന് കള്ളം പറഞ്ഞ് കാമുവിനൂടെ ഒരു കൊടയുടെ മറവിൽ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അത് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല. സ്വന്തം മക്കളായി കണ്ട് അവരെ ഉപദേശിക്കാൻ ചെന്നാൽ പിന്നീട് അവർക്ക് കിട്ടുന്ന പേരാണ് സദാചാരക്കാര്. ജീവിതം എന്താണെന്ന് അറിയാത്ത 18-19 വയസ്സിലും ഇതുപോലെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്ന കുട്ടികളെ വിളിച്ചു വരുത്തി അത് ക്രെഡിറ്റായി കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ തമാശ. സ്വന്തം മാതാപിതാക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ട് അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ കാമുവിൻ്റെ ഒപ്പം ഒളിച്ചോടി പോകുന്ന എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ അവസാനം ഇത് തന്നെയായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ മൊബൈലുകൾ മേടിച്ചു കൊടുത്ത് അതിൽ ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത മാതാപിതാക്കളും ഇതിൽ വലിയ തെറ്റുകാർ തന്നെയാണ്.
അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും മാറി ചിന്തിച്ചെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.